പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഡക്ഷൻ കുക്കർ സർവീസ് ചെയ്യുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു ഭാഗമാണ് എറർ കോഡ് വരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് v.guard ഇൻഡക്ഷൻ കുക്കർ VI07 മോഡൽ അതിൽ വരുന്ന E7 എറർ കോഡിനെ പറ്റിയാണ്. വീഡിയോ നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. നേരെ നമുക്ക് വീഡിയോ കണ്ടുവരാം. ആദ്യം നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൻ്റെ മെയിൻ ബോർഡ് അഴിച്ചെടുക്കുക. ഇപ്പോൾ കാണുന്ന എല്ലാ മോഡൽ ഇൻഡക്ഷൻ കുക്കറിലും SMD കമ്പോണൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സർവീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. E0 തൊട്ട് E9 വരെയുള്ള എറർ കോഡുകളാണ് സാധാരണയായിട്ട് വരുന്നത്. ഓരോ എറർ കോഡും ഓരോ ഭാഗത്തിൻ്റെ കംപ്ലൈൻറ്റിനെ സൂചിപ്പിക്കുന്നതാണ്. മെയിൻ വോൾട്ടേജ് ആണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ട് AC ആണ്. ആ AC വോൾട്ടേജിനെ ബ്രിഡ്ജ് റെക്ടിഫയർ വഴി DC ആക്കി മാറ്റുന്നു. അവിടെ അത് 300 വോൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിനൊരു ഓക്സിലറി സപ്ലൈ ഉണ്ട്. ഫാനും മൈക്രോ കൺട്രോളും വർക്ക് ചെയ്യാനുള്ള വോൾട്ടേജ് അത് സെക്കൻഡറി ആയിട്ടുള്ള SMPCയിൽ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. മെയിൻ ബോർഡ് ആദ്യം തന്നെ നല്ലവണ്ണം ടിന്നർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യണം. ഇതിനൊക്കെ പുറമെ ഒരു 4 വോൾട്ട് മൈക്രോ കൺട്രോളിലേക്ക് ഡയറക്റ്റ് പോകുന്നുണ്ട്. അതും ഈ മെയിൻ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ടാണ്. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മെയിൻ സപ്ലൈ ആണ് 330 വോൾട്ട് ഉണ്ടാകും. ഓക്സിലറി സപ്ലൈയിൽ 5 വോൾട്ടും 18 വോൾട്ടും ആണ് ഉണ്ടാകുക. 5 വോൾട്ട് മൈക്രോ കൺട്രോൾ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളതും 18 വോൾട്ട് ഫാൻ വർക്ക് ചെയ്യാനുള്ള വോൾട്ടുകളാണ്. ഫോർ വോൾട്ട് ഇവിടെ മൈക്രോ കൺട്രോളറിൻ്റെ ഒരു പിന്നിലേക്ക് വരുന്നില്ല. മൈക്രോ കൺട്രോളറിലേക്ക് വരുന്ന ട്രാക്ക് എവിടെയോ കട്ടായി പോയിട്ടുണ്ട്. കട്ടായി പോയ ഭാഗം ശരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഒരു വയർ ഉപയോഗിച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുക. ഇതിന് ശേഷം വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമ്മൾക്ക് മൈക്രോ കൺട്രോളറിലേക്ക് വരുന്ന 4 വോൾട്ട് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യാം. ഇൻഡക്ഷൻ കുക്കർ സർവീസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. പ്രഗത്ഭരായ ടെക്നീഷ്യന്മാർ ആ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. അവർ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് ഓണാക്കി പാത്രം വെച്ചു. വെള്ളം ചൂടായി വരുന്നുണ്ട്. ഓക്കെയാണ്. വീഡിയോ കണ്ടു കഴിഞ്ഞവർ വീഡിയോയ്ക്ക് ലൈക്കും അതുപോലെ തന്നെ കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മളെ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസ് കിട്ടുള്ളൂ.
പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് വീണ്ടും കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.